ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞാലും ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ അമ്മേ? ചെയ്യണ്ട. അല്ലെങ്കിൽ തന്നെ കീറി മുറിച്ച് തുന്നി കൂട്ടിയിട്ട് ഇനി ബാക്കിയുള്ള കാലം ഇന്ന് തന്നെ കാശ് കൊണ്ടുപോയി ഇടുവോ നീ? അത് ജീവിക്കാണെങ്കിൽ അത് നവീന്റെ കൂടെ മാത്രമായിരിക്കും. അക്കാര്യത്തിൽ ഒരാളുടെ നിർബന്ധത്തിനും കണ്ണീരിനും ഞാൻ വഴങ്ങില്ല. മോളെ നീ വേണ്ട മമ്മി, ശാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമല്ലോ. മമ്മി സിൻസിയറായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കും. അല്ലെങ്കിൽ മുത്തശ്ശി വന്നു കയറിയത് രണ്ടാം ഭാര്യയായിട്ടല്ലേ? നവീന്റെ അമ്മ ജീവിക്കുന്നത് രണ്ടാം ഭാര്യയായിട്ടല്ലേ? അതിന് അവർക്ക് ശാപമില്ലല്ലോ. നവീൻ വേറെ ആരെങ്കിലും ആദ്യം താലി കെട്ടുകയാണെങ്കിൽ കെട്ടിക്കോട്ടെ. എനിക്ക് നവീന്റെ രണ്ടാം ഭാര്യയായാലും മതി. എന്തൊക്കെ മണ്ടത്തരങ്ങളാ മാഡം ഈ പറയുന്നത്? രണ്ടാം ഭാര്യയായിട്ടോ? ഓരോ കഥകളും വിശ്വസിച്ചു എല്ലാം വിശ്വസിക്കാൻ നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്? മമ്മി, നവീനെ എനിക്ക് മമ്മി തെരഞ്ഞെടുത്ത് തന്നതാ. മമ്മി അനുവദിച്ചിട്ടാ ഞാൻ അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പിന്നെല്ലാം വേണ്ടെന്ന് മമ്മി എന്നോട് പറഞ്ഞാല് എന്റെ മുന്നില് ഞാൻ പറഞ്ഞ മാർഗേ ഉള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും എന്റെ വിവാഹം നടക്കില്ല. മനസ്സുകൊണ്ടെങ്കിലും എനിക്ക് നവീന്റെ ഭാര്യയായിട്ടിരിക്കാലോ, അത് മതി. ആ കുട്ടിയുടെ കൈ കെട്ടിയ ചരട് ഒരു താൽക്കാലിക പരിഹാരം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷെ ആ കുട്ടിയുടെ മേൽ ശാപം വീണിരിക്കണു. അതൊഴിവാക്കാനുള്ള മാർഗം കൂടി പറഞ്ഞു തന്നാ. കുടുംബത്തിൽ സർപ്പക്കാവില്ലേ? നാഗങ്ങളെ 100 പാലും കൊടുത്ത് പ്രസാദിപ്പിക്കണം. അകമ്പടിയായി പുള്ളുവൻ പാട്ടും. അടുത്തൊരു നാഗക്ഷേത്രത്തിൽ അത് ചെയ്തിരുന്നു. പോരാ, കുടുംബക്കാവി തന്നെ നടത്തണം. എന്നാലും ചില വിധികൾ നമുക്ക് തടുക്കാനാവും. ചിലതിന് പരിഹാരമില്ലെന്ന് ദൈവം തന്നെ തീരുമാനിക്കുന്നതാ. അത്തരം കാര്യങ്ങൾ ദൈവത്തിന് വിടുക. ഇനി എന്ത് ചെയ്യും മാം? ഇത്രയും കാലം നമ്മൾ ശ്രമിച്ചത് ഗാഥാ മാഡത്തെ ഈ ശാപകത വിശ്വസിപ്പിക്കാനോ? അത് വിശ്വസിച്ചു. പക്ഷേ എന്നിട്ടും നവീന്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറാൻ മാഡം ഒരുക്കമല്ലല്ലോ. എനിക്കറിയാം സിനി, അവൾ അങ്ങനെയാണ്. അവളുടെ അച്ഛനും ഞാനും തമ്മിൽ പിരിഞ്ഞിട്ട് അങ്ങനെക്കുറിച്ചൊരു വാക്ക് പോലും അവൾ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. അവൾക്കെല്ലാം ഞാൻ മാത്രമായിരുന്നു. എന്ത് തീരുമാനം എടുത്താലും അതവളെ വേദനിപ്പിക്കാത്ത ഒന്നായിരിക്കണം. അവള് ചോദിച്ച സത്യമല്ലേ? നവീനെ കാണിച്ചു കൊടുത്തത് ഞാനാണ്. ബന്ധം ഉറപ്പിക്കാൻ പോയതും ഞാനാണ്. എല്ലാം അവളുടെ മനസ്സിലിട്ട് വലുതാക്കി കൊടുത്തതും ഞാനാ. എന്നിട്ട് ഒരു ദിവസം അതിൽ നിന്ന് പിന്മാറണമെന്ന് പറയുമ്പോ അവക്കതെങ്ങനെ പറ്റും? പരിഹാരമില്ലാത്ത കാര്യമായതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കണം. ഒരു പരിഹാരം എന്റെ മനസ്സിലുണ്ട്. ഗാഥയുടെ രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയെ ഇന്നലെ ഞാനിവിടെ സിറ്റിയിൽ വെച്ച് കണ്ടു. മാം, വസ്ത്രധാരണത്തിൽ മാത്രമാണ് വ്യത്യാസം, മറ്റൊരു വ്യത്യാസവും ഇല്ല. ആ പെൺകുട്ടിയെ കണ്ടെത്തണം. എന്തിനാ മാം? സിനി, ഞാൻ പറയുന്നൊന്ന് അനുസരിച്ചാ മതി. എനിക്ക് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വേണം. അവളെ കണ്ടെത്തിയേ പറ്റൂ. എന്റെ മകൾ ആഗ്രഹിക്കുന്ന പരിഹാരം ഞാൻ ഉദ്ദേശിക്കുന്നത് അവളിലൂടെ ചെയ്യാനാ. ഈ സിറ്റിയില് അങ്ങനെ ഒരാളെ കണ്ടെത്താന്ന് പറഞ്ഞ 140 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. അതിൽ നിന്ന് ഒരാൾ മിസ്സായ കണ്ടുപിടിക്കുന്നില്ല ഇവിടെ. എന്നിട്ടാണോ ഇതേ സിറ്റിയില് ഗാദിയുടെ അതേ മുഖമുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ എത്ര ബുദ്ധിമുട്ട്? പറ്റില്ലെങ്കിൽ പറസിനി, ഞാൻ നോക്കിക്കൊള്ളാനുള്ള മാർഗം. വേണ്ട മാം, ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം, ഉറപ്പ്.
ഒട്ടും വൈകിക്കാൻ പറ്റില്ല. ഇനിയും താമസിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ശുപാർശ ചെയ്ത് ഇവിടുന്ന് ഒഴിഞ്ഞു മാറണമെന്നേ പറയാൻ പറ്റൂ. മതിയോ അമ്മേ? അമ്മേ, ഇത് എന്തെടുക്കായിരുന്നു നീ? എന്താ ഇത്രമാത്രം ഡോക്ടർ പറഞ്ഞു? ആ അതമ്മയുടെ അസുഖത്തിന്റെ പഴയ പേപ്പറൊക്കെ എടുത്ത് നോക്കായിരുന്നു. ഡോക്ടർ പറഞ്ഞില്ലേ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന്. ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഓപ്പറേഷൻ ഇപ്പൊ വേണോ എന്ന് പറഞ്ഞ ഡോക്ടർ പോലെ അതിന് പിന്മാറിയത് കണ്ടോ? പക്ഷെ എന്നിട്ടും നിനക്കൊരു മാറ്റം വരുന്നില്ലല്ലോ. നീ പോയപ്പോ തുടങ്ങിയതാ. സുന്ദരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ ഇന്ന് തന്നെ ബാങ്കിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞ് ബഹളം. ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞാലും ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ അമ്മേ? ചെയ്യണ്ട. അല്ലെങ്കിൽ തന്നെ കീറി മുറിച്ച് തുന്നി കൂട്ടിയിട്ട് ഇനി ബാക്കിയുള്ള കാലം ഇന്ന് തന്നെ കാശ് കൊണ്ടുപോയിടുവോ നീ? അത് നമുക്ക് ആദ്യം വീട്ടിലേക്ക് പോവാം. എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ട് രണ്ടാക്കും കൂടി തീരുമാനിക്കാം. ആ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യില്ല എന്ന് മനസ്സിലായി. പരിശോധിക്കുന്ന ഡോക്ടർക്ക് വിശ്വാസമുണ്ട്, കൂടെ നിൽക്കുന്ന നിനക്ക് ഇപ്പൊ വിശ്വാസം ഇല്ലാത്ത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി ഹോസ്പിറ്റലിന്റെ പടി ഞാൻ ചവിട്ടില്ല. പടി ചവിട്ടണ്ട, ഞാൻ സിസ്റ്റർമാരെ വിളിച്ചേ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോയിക്കോളാം. ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. കൃഷ്ണേ, നമുക്ക് അമ്മയ്ക്കൊരു ചായ വാങ്ങിട്ട് വന്നാലോ? ആ ഇനി ചായയും കുടിച്ച് ചോറും തിന്ന് ഇവിടെ ഇരിക്കാൻ പോവാ? എനിക്കൊരു ചായ കുടിക്കണം അമ്മേ. എന്നൊന്ന് പോയിട്ട് വാ. വാ, നടക്ക്. എന്തു പറ്റിയടി നീ വല്ലാണ്ടിരിക്കുന്നേ? അസുഖത്തിന് ഭേദമുണ്ടെന്ന് അമ്മയോട് ഡോക്ടർ വെറുതെ പറഞ്ഞതാ, അമ്മയെ സമാധാനിപ്പിക്കാൻ. ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആരോടെങ്കിലും കുറച്ച് കാശ് വാങ്ങി നമുക്ക് ഓപ്പറേഷൻ നടത്താന്ന്. അവരോട് പറഞ്ഞു നിക്കാന്ന്. നമുക്ക് നമ്മുടെ കാര്യം കിട്ടാനുള്ള ഓരോരുത്തരും ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കല്ലേ, അതെങ്ങനെ നടത്തണ്ടെന്ന് പറയാ. ഇനി ബാക്കി പൈസക്ക് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഉണ്ണിമായ. ഇനി വൈകിയാല് അമ്മയുടെ ചികിത്സയെന്ന് ഒഴിയുന്നു വരെ ഡോക്ടർ പറഞ്ഞു. എന്റെ ഈശ്വര, പാവ അമ്മ ഇനി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്ക. ഇത്രയൊക്കെ കിടന്ന് ഓടിയിട്ടും പ്രാണം കളഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ലല്ലോടി.